അടുത്തോട്ട് ചെല്ലട്ടെ. മോനെ, ഇവിടെ നനങ്ങരുത്. എന്തുണ്ടായാലും ഇവിടെ തന്നെ ഇരിക്കണം. അമ്മ ഒറ്റയ്ക്ക് പോവണ്ട, ഞാനും വരും. അമ്മ പറയുന്നത് കേക്കടാ. ഇവിടെ തന്നെ ഇരിക്കണം. എന്ത് സൗണ്ട് കേട്ടാലും താഴോട്ട് വരരുത്. അവളെ നോക്കിക്കോണേടാ. ജേക്കബേ, നിന്നെ ഞാൻ എന്റെ സ്വന്തം അനിയനെ പോലെയല്ലേ കരുതിയത്. എന്നോട് നീ... സോറി ഏട്ടാ, എനിക്ക് ജീവിക്കണം. എല്ലാ സുഖങ്ങളും അറിഞ്ഞിട്ട് അതിനെനിക്ക് പണം വേണം. അതുകൊണ്ട് എന്റെ മുമ്പിൽ വേറെ വഴിയില്ല. ഐ ആം സോ സോറി. ഋത്തികെ, തീർത്തിട്ട് വാടാ. ഓക്കെ സർ. വേണ്ട, പ്ലീസ്. ഏട്ടനൊന്നും ചെയ്യല്ലേ പ്ലീസ്. ഞങ്ങൾക്ക് സ്വത്തും പണം ഒന്നും വേണ്ട. ഞങ്ങളെ വിട്ടേക്ക്. ഞങ്ങളൊരു പ്രശ്നത്തിനും വരില്ല. പ്ലീസ് വിട്ടേക്ക്. നീ അവനെ തീർക്ക്. ഇവളെ കൊല്ലണ്ട. ഇവളെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ബോഡി ഇവിടെ. പ്ലീസ് വേണ്ട, ഏട്ടനെന്ത് ചെയ്യല്ലേ പ്ലീസ്. മുണ്ടാതെ വരണതാണ് നിനക്ക് നല്ലത്. ബോഡി ഇവിടെ. പ്ലീസ് അവളെ വിട്ടേക്ക്. ഒന്നും ചെയ്യല്ലേ. സർ, ഇറ്റ്സ് ഗോയിങ് ടു ഡേഞ്ചർ. നമ്മുടെ ഓരോ ആളുകളെയും അവൻ കൊന്നുകൊണ്ടിരിക്കുക. മാത്രല്ല നമ്മുടെ ഓരോ സ്ഥാപനങ്ങളും കത്തിച്ചുകൊണ്ടിരിക്കുക. അവൻ ആരാ, എന്തിനാ, അതൊന്നും അറിയാൻ കഴിയുന്നില്ല. ഇതിനി നമ്മൾ വിചാരിച്ച നടക്കില്ല. അതിന് ഞാനൊരാളിറക്കാൻ പോവാ. അവൻ വിചാരിച്ച ഇവന്റെ കളികൾക്കൊക്കെ ഒരവസാനം ഉണ്ടാക്കാൻ പറ്റും. അതാരാ സർ? നാളെ അവൻ ഇവിടേക്ക് വരും. അപ്പൊ കാണാം ആരാന്ന്. Hey, it's already Saturday. Come on, let me tell you what I got to say. യെസ്, പെട്ടെന്ന് പറയൂ. നിങ്ങൾ എന്തിനാണ് എന്നെ വിളിപ്പിച്ചത്? ആരോൺ, തന്നെ പറ്റി ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. താനൊരു കാര്യമേറ്റ അത് നടത്തി കാണിക്കുന്നു. സോ ഞങ്ങൾക്ക് വേണ്ടി താനൊരു കേസ് ഏറ്റെടുക്കണം. ഒരാളെ കണ്ടുപിടിച്ചു തരണം. അയാളുടെ ഡീറ്റെയിൽസും. എനിക്കറിഞ്ഞൂടാ എന്തുകൊണ്ടാണ്, ആരാണെന്നും. പക്ഷെ അയാൾ ഞങ്ങളുടെ ഫാക്ടറിക്ക് തീ വെക്കുന്നു, ഞങ്ങളുടെ ആളുകളെ കൊല്ലുന്നു. ഞങ്ങളെ കൊണ്ടാവുന്ന പോലൊക്കെ സെർച്ച് ചെയ്തു. ബട്ട് വി കാൺട്ട്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ഇതൊന്നും പോലീസിൽ റിപ്പോർട്ട് ചെയ്തില്ല? അത് ഞങ്ങൾ ആദ്യം കരുതിയ വല്ല ബിസിനസ് എനിമീസ് ആയിരിക്കും. ബിസിനസ് ഇത്ത പ്രശ്നത്തില് പോലീസിനെ ഇൻക്ലൂഡ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു. എനിക്ക് ചോദിക്കേണ്ടതും ഉത്തരം കിട്ടേണ്ടതും ജേക്കബിന്റെ അടുത്ത് നിന്നാണ്. നോ വൺ എൽസ് നീഡ് ടു ആൻസർ ടു മീ. ഋത്തിക്, നീ കുറച്ചു നേരം പുറത്ത് വെയിറ്റ് ചെയ്യ്. പപ്പ, ഞാനൊന്ന് പുറത്തേക്ക് പോവാണേ. നീ ഔട്ട് ഹൗസിൽ ആ പെണ്ണിന്റെ അടുത്തേക്കാണോ പോണത്? പപ്പ, എന്നെ തടയാൻ നിക്കണ്ട, ഞാൻ പോവും. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഞാൻ പറയണേ നീ അനുസരിച്ചിട്ടുണ്ടോടി? നീ എന്റെ മോള് തന്നെയാണോ? എന്തായാലും സ്വഭാവത്തിൽ ഞാൻ അച്ഛന്റെ മോളല്ല. പപ്പ, എന്താ ഇത്? എന്നും ഇത് തന്നെ അല്ലേ? എന്തായാലും അവള് പോവും. അവളെ വിട്ടേക്ക്. എന്തേലും ചെയ്, പോയി തൊലയ്. എന്റെ മോളാ, പക്ഷെ അതിന്റെ ഗുണമൊന്നുമില്ല. ഓ, ബൈ ദ വേ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. പെട്ടെന്നാ മുകളിൽ നിന്ന് ഓർഡർ വന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എല്ലാ തിരക്കും മാറ്റി വെച്ചിട്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് പോയേ പറ്റൂ. ഇറ്റ്സ് അർജന്റ്. അലക്സ്, ഇവരുടെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്തോ. ഈ കേസ് ഞാൻ ഏറ്റെടുത്തു കഴിഞ്ഞു. ഡോണ്ട് വറി, അവൻ ആരായാലും
ഞാൻ കണ്ടുപിടിച്ച് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. ഓക്കെ ആരോൺ, ഐ ട്രസ്റ്റ് യു. അലക്സ്, നീ ഡീറ്റെയിൽസ് എടുത്തിട്ട് എന്റെ ഓഫീസിലേക്ക് വന്നേക്ക്. എനിക്ക് ധൃതിയുണ്ട്, ഞാൻ പോവാ. ഓക്കെ സർ. കാര്യങ്ങളൊക്കെ അലക്സിനോട് പറഞ്ഞാൽ മതി. അമ്മ എന്താ ഇത്? ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി മിണ്ടൂല കേട്ടോ. മര്യാദക്ക് ഭക്ഷണവും കഴിക്കുന്നില്ല, വെള്ളവും കുടിക്കുന്നില്ല. എന്താ ഇങ്ങനെ? വിശപ്പില്ലാത്തോണ്ടാ മോളെ. വിശപ്പും ദാഹവും ഒന്നും തോന്നുന്നില്ല, അതുകൊണ്ടല്ലേ. നോക്ക്, ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് നല്ല വിശപ്പുണ്ട്. അമ്മ ഒന്നും കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കുന്നില്ല, പക്ഷെ എനിക്ക് നല്ല വിശക്കുന്നുണ്ട് കേട്ടോ. മോള് വിശക്കുന്നുണ്ടെങ്കിൽ പോയി കഴിക്ക്, എനിക്ക് വേണ്ടി വെറുതെ. അമ്മ ഈ ഭക്ഷണം ഇപ്പൊ കഴിച്ചില്ലെങ്കിൽ ഞാൻ ഇനി മിണ്ടൂലേ. അമ്മ പ്ലീസ്, എന്റെ ഒരു സമാധാനത്തിന് കുറച്ച് കഴിക്ക്. ഇത് കുറച്ചല്ലേ ഉള്ളൂ, പ്ലീസ്. ശരി. അച്ഛാ, ഇനി അധികമൊന്നുമില്ല. ഞങ്ങൾ അമ്മേനെ കണ്ടെത്തിയിരിക്കും. ഒരാപത്തും കൂടാതെ സുരക്ഷിതമായി അമ്മേനെ ഞങ്ങൾ അച്ഛന്റെ മുമ്പിൽ കൊണ്ടുവരും. അച്ഛനോട് പറഞ്ഞ പോലെ അച്ഛന്റെ മുമ്പിലേക്ക് ഞങ്ങൾ അമ്മേനെ കൊണ്ടുവരും. ഇനി അത് കഴിഞ്ഞേ ഞാൻ അച്ഛനെ കാണാൻ വരൂ. ഹേയ് മാഫിയ, എന്താ മോനെ, എന്നെ മിസ് ചെയ്തോ? പിന്നെ എന്തായി പോയ കാര്യം? പോയ കാര്യം എന്തായി കാണും, നീ തന്നെ പറ. I know my husband very well. ഞാൻ വെറുതെ ചോദിച്ചേ ഉള്ളൂ. പപ്പ ഇന്നൊന്നും സംസാരിച്ചില്ല അല്ലേ? നിനക്കറിയാലോ, ഇത്രയും വർഷമായിട്ടും പപ്പ ഒരു വാക്ക് സംസാരിച്ചിട്ടില്ല. പപ്പ സംസാരിക്കണമെങ്കിൽ ആ ദിവസം എത്തണം, അമ്മ ഇവിടേക്ക് വരുന്ന ആ ദിവസം. ഏട്ടാ വന്നോ? ഇപ്പോഴെങ്കിലും ഒന്ന് വന്നല്ലോ. ഏട്ടൻ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ഒരാള്. വേഗം ചെന്നോ. ഞാൻ ചെന്നോളാ. അല്ല, നീ കുറച്ച് നോക്കി കണ്ടൊക്കെ നടന്നാ മതി. നീ ഇപ്പൊ ഒറ്റയ്ക്കല്ല, നിന്റെ ഉള്ളിൽ ഒരാളും കൂടി ഉണ്ട്, അത് മറക്കണ്ട. എന്താ, നീ എന്തിനാ വിളിപ്പിച്ചേ? ഡാനിയൽ, ഇനിയും എത്ര നാൾ? ഇപ്പൊ തന്നെ 5 വർഷം കഴിഞ്ഞു. അവന്റെ മുമ്പിലോട്ട് ചെല്ലണ്ടേ? 5 വർഷം വേണ്ട, നമ്മൾ അവന്റെ മുമ്പിലേക്ക് ചെല്ലണ്ട. അവൻ പഠിച്ച പണി 18ഉം പയറ്റിക്കൊണ്ടിരിക്കല്ലേ നമ്മളെ കണ്ടുപിടിക്കാൻ വേണ്ടി. ആരെ വേണേലും ഇറക്കട്ടെ, എന്നിട്ട് അവൻ കണ്ടുപിടിക്കട്ടെ. കണ്ടുപിടിക്കണമല്ലോ, അതാണ് നമുക്കും വേണ്ടത്. അതെ, നിന്നെ കുറിച്ച് അറിയാൻ വേണ്ടി, നീ ആരാന്നറിയാൻ വേണ്ടി. പാവം കുറെ കഷ്ടപ്പെടുന്നുണ്ട്. കഷ്ടപ്പെടട്ടെ. അവന്റെ കഷ്ടപ്പാടിന്റെ ബലമായി ഞാൻ തന്നെ അവന്റെ മുമ്പിലോട്ട് ചെല്ലുന്നുണ്ട്. പിന്നെ നീ ഈ കാര്യങ്ങളിലൊക്കെ തിരക്കിലായിട്ട് എന്റെ പെങ്ങളെ കുറിച്ച് മറക്കരുത്. അവളിപ്പോ ഒറ്റയ്ക്കല്ല, നിന്റെ കുഞ്ഞുണ്ട്, അത് മറക്കണ്ട. ഈ കാര്യങ്ങളൊക്കെ ഞങ്ങള് നോക്കിക്കോളാം. ഇപ്പൊ നിന്നെ ആവശ്യം അവൾക്കാ. നീ കൂടുതൽ സമയം അവളുടെ കൂടെ ഉണ്ടാവണം. എന്നെ വിട്ടേ, ബാക്കി
കിടക്കാം. കിടക്കാം, പക്ഷെ എത്ര ദിവസമായി എന്റെ ഭാര്യ എനിക്കൊന്നിങ്ങനെ കിട്ടിയിട്ട്. അതിനൊക്കെ ഇനിയും ടൈമുണ്ട്. ഇപ്പൊ മോൻ വന്ന് കിടക്കാൻ നോക്ക്. അതെ, നിങ്ങള് കൊറേ നേരമായല്ലോ എന്തോ ആലോചിച്ചിരിക്കണേ. എന്താ കിടക്കുന്നില്ലേ? കിടക്കാം. അല്ല, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നീ ഹാപ്പിയാണോ? എനിക്കെന്താ പ്രശ്നം? ഞാൻ ഹാപ്പിയാണ്. എന്നാലേ ഞാൻ ഹാപ്പിയല്ല. ഈ സമയത്താണ് എന്റെ ഭാര്യയ്ക്ക് എന്റെ കൂടുതൽ ആവശ്യം. ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോ ശ്രദ്ധിക്കാനാ? അതുകൊണ്ട് ഇനി അങ്ങോട്ട് കൂടുതൽ നേരം ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തുണ്ടാവും. ഇപ്പൊ പറ, നീ ഹാപ്പിയാണോ? അലക്സ്, എന്തായി? ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയോ? യെസ് സർ, ഡീറ്റെയിൽസ് ഒക്കെ കിട്ടി. Then what? Come, let's start. Okay, sir. അവസാനം അതിനുള്ള സമയമായി. ഞാനായിട്ട് തന്നെ അവന്റെ മുമ്പിലോട്ട് ചെല്ലാൻ പോവാ. പക്ഷെ അവന് മനസ്സിലാവരുത്, എന്നെ അവൻ പിടിച്ചതായിട്ടേ അവന് തോന്നാൻ പാടുള്ളൂ. അവസാനം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്താൻ പോവാ. നീ ധൈര്യമായിട്ട് ചെല്ല്. ഇവിടുത്തെ കാര്യങ്ങള് ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ഇപ്പൊ ഇവിടുന്ന് ആരും ഒറ്റയ്ക്ക് പോണില്ല. പോകുന്നുണ്ടെങ്കിൽ ഞാനും വരും. ആരും വാശി പിടിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവിടുന്ന് ആരെയും ഞാൻ കൊണ്ടുപോവില്ല. ഞാൻ ഒറ്റയ്ക്ക് പോവും. പറ്റില്ല, നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഞാനും വരും. ഏട്ടാ, വെറുതെ വാശി പിടിക്കണ്ട. അവള് തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അവൾ എന്തായാലും വരും. നിങ്ങളുടെ വരവിന് വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കാനല്ല, എന്തിനു ഏതിനും നിങ്ങളുടെ കൂടെ നിൽക്കാൻ എനിക്കിഷ്ടം. ഞാനും വരും. ഞങ്ങളിന്നാ ഇറങ്ങുക. ഇനി ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ട് ഒരു മടങ്ങി വരവുണ്ടാവുള്ളൂ. ഡി, നീ ഇപ്പൊ തനിയല്ല. ബി കെയർഫുൾ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടേടാ. അവര് രണ്ടുപേരും പുറപ്പെട്ടിട്ടുണ്ട്. മോനെ, ഫൈനലി പപ്പയുടെ ആകെ കൂടിയുള്ള ഏറ്റവും വലിയ എതിരാളിയുടെ കഥ അവസാനിക്കാൻ പോവാ. ആരോൺ വിളിച്ചിരുന്നു. അവനെ കിട്ടിയിട്ടുണ്ട് ഇത്ര. പപ്പ, ഈ ആരോണിനെ വിശ്വസിക്കാൻ പറ്റുമോ? ഉറപ്പായും വിശ്വസിക്കാം. ഈ ആരോൺ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഏത് വിധേനയും നടപ്പിലാക്കിയിരിക്കും. മാത്രല്ല, അവൻ ഈ ഫാമിലി ഒന്നുമില്ല. ഹീസ് എൻ ഓർഫൻ. അതുകൊണ്ട് ഒരു പേടിയും കൂടാണ്ട് എന്തിനും തുനിഞ്ഞിറങ്ങും. സർ, ഒരു പ്രശ്നമുണ്ട്. റെബേക്ക മാമിനെ കാണാനില്ല. ഷീസ് കിഡ്നാപ്ഡ്. വാട്ട്? യെസ് സർ. ആരോൺ അവരെ പിടിക്കുന്നതിന് മുമ്പേ അവര് മാമിനെ കിഡ്നാപ്പ് ചെയ്തു. അവൻ എന്തിനാ എന്തിനൊക്കെ ചെയ്യുന്ന? എനിക്കറിയണം. അവന് ഞാനുമായിട്ടുള്ള പ്രശ്നം എന്താന്ന്. സാറിന് ഓർമ്മയില്ലേ 5 വർഷം മുമ്പ്? ഓ, ഇപ്പോഴാ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായത്. വണ്ടി എടുക്കടാ. അവസാനം നിങ്ങൾ എന്റെ അടുത്ത് തന്നെ വന്ന് പെട്ടു. താങ്ക്സ് ആരോൺ. നീ ഇല്ലായിരുന്നെങ്കിൽ ഇവനെ പിടിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. ഇവനെ പിടിക്കാൻ പോയിട്ട് ഇവൻ ആരാന്നും കൂടി അറിയാൻ കഴിയില്ലായിരുന്നു. താങ്ക് യു സോ മച്ച്. ആരോൺ, നീയും റോയും ചെന്ന് എന്റെ മകളെ കൂട്ടിക്കൊണ്ടുവാ. ഇവരുടെ കാര്യം ഞങ്ങൾ വിറ്റു. റോയ്, നീയും ചെല്ല്. ഓക്കെ പപ്പ. വാ ആരോൺ, പോവാം.
ഏയ് എന്ത് പറ്റി മിസ്റ്റർ ഡാനിയൽ? താൻ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കല്ലേ? ഒരു ത്രില്ല് കിട്ടുന്നില്ല. അതോ ഇനി നീ മരിക്കുമെന്ന് ഉറപ്പിച്ചോ? എന്നാലും ഡാനിയൽ, നീ കാരണം ഒരു പാവം കൊച്ചിന്റെ ജീവനും കൂടി പോവാ. സോറി മോളെ, നിന്നെ ഉപദ്രവിക്കണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ നിന്റെ കെട്ടിയോന്റെ ഗുണം, നിന്നെ കൊന്നേ പറ്റൂ എനിക്ക്. എന്റെ മോള് സേഫാന്നുള്ള ഒരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞ നിന്നെ ഞാൻ ആദ്യം കൊല്ലും. ഇവൻ ആ കാഴ്ച നന്നായി കണ്ടതിന് ശേഷം മരിച്ചാ മതി. Oh my God. ഡാ പുല്ലേ, നീ എന്താ വിചാരിച്ചേ? ഞങ്ങളെ രണ്ടുപേരും കെട്ടിയിട്ടപ്പോഴത്തേക്കും നീ ജയിച്ചു എന്നോ? ഒരു കുന്തോ ആയില്ല നീ. എന്റെ കെട്ടിയോനെ തോപ്പിക്കാൻ മാത്രം നീ വളർന്നിട്ടില്ല മോനെ. എന്താടി ചാവാൻ പോകുന്ന നേരത്ത് നിനക്ക് ഇത്ര അഹങ്കാരം? ഞാൻ അഹങ്കരിക്കും, കാരണം നിനക്ക് ഞങ്ങളൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. എടി പാവം, കുറച്ചു നേരം കൂടി സന്തോഷിച്ചോട്ടേനെ. മരിക്കും ഉറപ്പായപ്പോ അവസാനം തടവെടുക്കാൻ നോക്കുകയാണല്ലേ? നീ ആർക്ക് വേണ്ടിയാണ് ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയത്? അവളുടെ മരണം വരെ എന്റെ അടിമയായിട്ട് തന്നെ ജീവിക്കും. നിങ്ങളെ ഞാൻ ഇപ്പോ ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കും. പിന്നെ നീ കൊറേ അന്വേഷിച്ച് നടന്നല്ലോ, കണ്ടില്ല അല്ലെ? അവളെ ഞാൻ എന്റെ ഔട്ട് ഹൗസിൽ സുഖമായിട്ട് പാർപ്പിച്ചിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്, മതി. എടാ കിട്ടിയല്ലോ, മതിയെടാ മതി. എന്റെ ആന്റി ജീവനോടുണ്ടെന്നുള്ളത് ഞങ്ങക്ക് മനസ്സിലായി. ഇത്രയും മതി, നീ തീർന്നടാ. നിന്റെ അവസാന നിമിഷങ്ങള് എണ്ണി തുടങ്ങിക്കോ നീ. വാട്ട്? നീ എന്താ വിചാരിച്ചേ ഇതിലത്തെ വില്ലൻ ഞാനാന്നോ? യു മിസ്റ്റേക്കൺ. നീ നിന്റെ മോന്റെ കൂടെ പറഞ്ഞയച്ചില്ലേ ആരോൺ ഐസക്? ഹി ഈസ് ദ റിയൽ വില്ലൻ, മൈ ബ്രദർ ഇൻ ലോ. എന്റെ ആന്റിയുടെ മോനാടവൻ. അവന്റെ അമ്മേനെയാ വർഷങ്ങളായിട്ട് നീ അടിമയാക്കി വെച്ചിരിക്കുന്നത്. மனதில் விதைத்த வார்த்தை நினைவிருக்கும், மண்ணில் எங்கும் முற்கள் நிறைந்திருக்கும், தடைகள் எதையும் மகனே வென்று வா, தலையே நிமிர்ந்து பகையை கொன்று வா. வீரா தீரா மின்னல் வாழ்வீசும் கரிகாலா, வீரா வீரா கண்கள் ஆழ்த்தாக்கும் குருவாலா. ആരോൺ, താൻ എന്തായി ചെയ്തിരിക്കുന്നെ? എന്തിനാ താൻ എന്നെ കെട്ടിവെച്ചിരിക്കുന്നെ? മിണ്ടാതിരിയടാ, ഇപ്പൊ നിന്റെ അച്ഛന്റെ ഫോൺ വരും, അപ്പൊ നിനക്കെല്ലാം മനസ്സിലാവും. അതൊന്നും പറ്റില്ല, എനിക്കിപ്പൊ അറിയണം. താൻ ആരടോ? താൻ എന്തിനാ എന്നെ ഏട്ടനെ ഇവിടെ കെട്ടിട്ട് വെച്ചിരിക്കുന്നേ? നിനക്കറിയണല്ലേ ഞാൻ ആരാന്ന്? ഐ ആം ആരോൺ, സൺ ഓഫ് സാമുവൽ ആൻഡ് അലീന സാമുവൽ. പ്ലീസ് അവളെ വിട്ടേക്ക്, ഒന്നും ചെയ്യല്ലേ. നിന്റെ അച്ഛൻ അവിടെ ജോലിക്ക് നിന്ന് 1 വർഷം അവിടെ ഒരു കുറവും വരുത്താതെ ഒരു ജോലിക്കാരൻ എന്നതിലുപരി അനിയനെ പോലെയായിരുന്നു അവരെല്ലാരും കണ്ടത്. എന്നിട്ട് നിന്റെ അച്ഛൻ ചെയ്തതോ? പക്ഷെ ദൈവം ഞങ്ങളെ കൈവിട്ടില്ല. നിന്റെ അച്ഛന്റെ കഷ്ടകാലത്തിന് നിന്റെ അച്ഛൻ ജോലിക്ക് നിന്ന് ആ സമയം ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിന്റെ അച്ഛൻ എന്നെ കണ്ടിട്ടുമില്ല. ഫോണിൽ കൂടെ സംസാരിക്കുമ്പം അച്ഛനും അമ്മയും നിന്റെ അച്ഛനെ കുറിച്ച് കുറെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് നിന്റെ അച്ഛൻ അവിടുന്ന് പോയി കുറച്ച് സമയത്തിനകം തന്നെ ഞാൻ അവിടെ എത്തിയപ്പോ കണ്ട കാഴ്ച എന്താണെന്നറിയോ? ചോരയിൽ കുളിച്ചു കിടക്കുന്ന എന്റെ അച്ഛനെ കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു. പക്ഷെ അന്നു മുതൽ ഇന്ന് വരെ എന്റെ അച്ഛന്റെ സൗണ്ട് ഞങ്ങൾ കേട്ടിട്ടില്ല. ഇപ്പൊ മനസ്സിലായോ നിനക്ക് ഞാൻ ആരാന്നും എന്തിനാ നിങ്ങളെ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നതെന്നും? പക്ഷെ പേടിക്കണ്ട, നിങ്ങളെ ഞാനൊന്നും ചെയ്യില്ല. എനിക്ക് വേണ്ടത് നിന്റെ അച്ഛനെയാ. അമ്മ, ഐ എം സോറി. സോറിയോ? മോളെന്തിനാ സോറി പറയുന്നേ? അമ്മ ഇവിടെ കിടന്ന് നരകിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി. എനിക്ക് അമ്മേനെ രക്ഷിക്കണമെന്നുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് അതിന് കഴിയില്ല. എനിക്കറിയാം മോളെ, ആ ദുഷ്ടൻ നിന്നെ ഉപദ്രവിക്കുല്ലേ. മോൾ അതിന് സോറി ഒന്നും ചോദിക്കണ്ട.
അമ്മ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അമ്മക്ക് സ്വന്തക്കാരെന്ന് പറയാൻ ആരൊക്കെ ഉണ്ട്? എനിക്കോ? എനിക്ക് എന്റെ 5 മക്കളും ഭർത്താവും ഉണ്ട്. 5 മക്കളോ? എനിക്ക് മൊത്തം 3 മക്കളാ. മൂത്തവൻ എന്റെ ഭർത്താവിന്റെ പെങ്ങളുടെ മോളെയാ കല്യാണം കഴിച്ചിരിക്കുന്നത്. അവളുടെ അമ്മയും അച്ഛനും ചെറുപ്പത്തിലെ തന്നെ ഒരു ആക്സിഡന്റില്. അന്ന് മുതൽ അവളെ അവളുടെ ഏട്ടനെ എന്റെ മക്കളെ പോലെ തന്നെ ഇത്രയും കാലം വളർത്തിയത് ഞാനാ. ഞാൻ പ്രസവിച്ചില്ലാന്നേ ഉള്ളൂ. അവര് 2 പേരും എന്റെ മക്കള് തന്നെയാ. പിന്നെ എന്റെ ഇളയവര് 2 പേരും ഇരട്ടകളാ. ഇപ്പൊ ഇതാ എനിക്കൊരു മോളെയും കൂടി കിട്ടി. അമ്മയ്ക്ക് എങ്ങനെയാ എല്ലാവരെയും സ്വന്തം മക്കളായിട്ട് കാണാൻ കഴിയുന്നേ? അത് അമ്മ എന്ന വാക്കിന്റെ ശക്തിയാണ് മോളെ. ഒരു തവണ നമ്മൾ അമ്മയായി കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ മാത്രമല്ല, അവരെ പോലുള്ള ഓരോ മക്കളെയും നമുക്ക് സ്വന്തം മക്കളായിട്ട് തോന്നും. അതാണ് മോളെ അമ്മ. ആരോൺ, എനിക്ക് ഉറപ്പാ അച്ഛൻ ഒരിക്കലും അമ്മേനെ വിട്ടു തരില്ല. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അതെല്ലാം തടയാൻ അച്ഛനെ കൊണ്ട് കഴിയും. ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ കൊണ്ടുപോവാം അമ്മയുടെ അടുത്തേക്ക്. അയാളുടെ മോളല്ലേ നീ? ഞാനെങ്ങനെ നിന്നെ വിശ്വസിക്കും? ആരോൺ പ്ലീസ്, ഐ പ്രോമിസ്, ഞാൻ ഒരിക്കലും അച്ഛനെ പോലെ ചെയ്യില്ല. ഞാൻ കൊണ്ടുപോവാ അമ്മയുടെ അടുത്തേക്ക്. അമ്മ, ആ മോളെ, നീ വന്നോ? എന്താ പറ്റി? നീ എന്താ എന്റെ അടുത്തേക്ക് വരാണ്ടിരുന്നേ? ഓ സോറി അമ്മ, ചില കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റിയില്ല. പക്ഷെ ഞാനിപ്പോ വരുമ്പോ അമ്മയ്ക്കൊരു സമ്മാനം കൊണ്ടാ വന്നിരിക്കുന്നേ. സമ്മാനോ? എന്ത് സമ്മാനം? കേറി വായോ. അമ്മ, മോനെ ആരോൺ. അയ്യേ, എന്താ ഇത്? ഇത്ര നാൾക്ക് ശേഷം കണ്ടിട്ട് നിങ്ങൾ 2 പേരും എന്താ കരഞ്ഞോണ്ടിരിക്കുക? അമ്മ, മതി കേട്ടോ കരഞ്ഞത്. സന്തോഷം കൊണ്ട് കരഞ്ഞതാ മോളെ. എന്നാലേ കരഞ്ഞത് മതി. ഇത്ര നാളും കരയെന്നായിരുന്നില്ലേ? ഇനി കുറച്ച് ചിരിക്ക്. മോനെ, അച്ഛൻ അതുപോലെ അവര് 3 പേരും ആർക്കാർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ആർക്കും ഒരു കുഴപ്പമില്ല അമ്മ. അമ്മ ഇല്ലാത്തതിന്റെ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ അമ്മ പോവാണല്ലേ? എന്നാ ശരി അമ്മ. എന്താ മോളേത്? നീയും എന്റെ മോൾ തന്നെയല്ലേ? നീയും വരണം ഞങ്ങളുടെ കൂടെ. അതെങ്ങനെ ശരിയാവും അമ്മ? അമ്മ എന്നെ മോളായിട്ട് കാണുന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ ആരും അല്ലല്ലോ. ഇവിടെ ഞാൻ ഇത്രയും കാലം ഒരു കുഴപ്പവും പറ്റാതെ നിന്നെങ്കിൽ അതിന് കാരണം എന്റെ മോളാ. മോളില്ലാതെ ഞാൻ എവിടേക്കും പോണില്ല. അയ്യോ, എന്റെ അമ്മയ്ക്ക് വിഷമായോ? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. ഞാൻ അമ്മയുടെ മോള് തന്നെയാ. ഹലോ, എന്താ മോനെ? അമ്മേനെ കിട്ടിയ സന്തോഷത്തിൽ മതിമറന്ന് നിൽക്കുകയാണോ നീ? പക്ഷെ ഇപ്പൊ നിന്റെ അനിയത്തിയും ഭർത്താവും എന്റെ കസ്റ്റഡിയിലാണല്ലോ. എന്താടാ, അവരെ വേണ്ടേ നിനക്ക്? ഡാ, ഇത്ര നാള് ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് എന്റെ അമ്മേനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞെങ്കിൽ അവരെ രക്ഷിക്കാൻ എനിക്ക് അധികം പാടുപെടേണ്ടി വരില്ല. ഫോൺ ഇങ്ങോട്ട് താടാ. അളിയ, നീ ഞങ്ങളെ കുറിച്ച് ഓർത്ത് പേടിക്കണ്ട. ആന്റീനെ കിട്ടിയില്ലേ? ആന്റീനെ കൊണ്ട് പോവാൻ നോക്ക്. ഞങ്ങൾ അങ്ങ് എത്തിക്കോളാം. ഡാ, നിനക്കിവരെ വേണമെന്നുണ്ടെങ്കിൽ നീ ഇവിടെ വരണം എന്റെ മക്കളെയും കൊണ്ട്. അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ അത് നീയല്ലടാ ഞാൻ. നീ ചെയ്ത തെറ്റിന് ഞാൻ ഇവരൊന്നും ചെയ്യില്ല. പക്ഷെ നിന്നെ വെറുതെ വിടുകയില്ല. വരാടാ ഞാൻ അങ്ങോട്ട്. ദാ, കളിച്ച് കളിച്ച് നീ എങ്ങോട്ട് കയറി കളിച്ച്? എന്റെ മക്കൾ എവിടെടാ? ഞാൻ പറഞ്ഞു, എനിക്ക് നിന്റെ മക്കളുടെ ആവശ്യമില്ല. എനിക്ക് വേണ്ടത് നിന്നെയാ. ഏട്ടാ, അമ്മ. നീ പേടിക്കണ്ട. അമ്മേനെ സേഫായി ആക്കണ്ടോടത്താക്കിയിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെ അളിയാ? തുടങ്ങുമല്ലേ? ആരോൺ, നോ വെയിറ്റ്. ഡാ ജേക്കപ്പേ, നീ ഇത്രക്കൊക്കെ വിശ്വസ്തനാണോ? ഈ പിള്ളേർക്ക് അമ്മയോ ഇല്ല
ഇനി അച്ഛനും കൂടി ഇല്ലാണ്ടാക്കാൻ വേണ്ടിട്ടാണോ? എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടെങ്കി ഇപ്പൊ പറയടാ. അച്ഛാ, ഇനിയും എന്തിനാ? എത്ര നാളായി ഞങ്ങക്ക് ഞങ്ങളുടെ അമ്മയെ നഷ്ടപ്പെട്ടു. ഇനി അച്ഛനും കൂടെ എന്നെ ഏട്ടനെ രക്ഷിക്കാൻ വേണ്ടി ഇവരുടെ ഫാമിലിയെ ഈ അവസ്ഥയിൽ എത്തിച്ചു. ഇതാ ഇപ്പൊ ഇവിടം വരെ എത്തി. ആ ദുഷ്ടന്റെ അടുത്തുനിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് പറയച്ച. ഇനിയും അയാളെ സംരക്ഷിക്കല്ലേ.